നമസ്കാരം. ടെക്നിക്കൽ സർക്യൂട്ട്സ് യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു യുഎസ്ബി മൊഡ്യൂളിന്റെ വീഡിയോ ആണ്. അതായത് ബ്രെയിൻസിന്റെ യുഎസ്ബി മൊഡ്യൂളിന്റെ വീഡിയോ ആണ്. രണ്ടെണ്ണം കാണിക്കുന്നുണ്ട്. കമ്പാരിസൺ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു വീഡിയോ ആണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് ചെയ്യുന്നത്. എല്ലാ വ്യൂവേഴ്സിനും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് അമ്പലപ്പുഴ. നമ്മുടെ നാട്ടിൽ ഒരുപാട് യുഎസ്ബി മൊഡ്യൂൾ നമുക്ക് കിട്ടുന്നുണ്ട്. ചെറിയ യുഎസ്ബി മൊഡ്യൂളൊക്കെ ഉണ്ടല്ലോ, ആ റെഡ് ഡിസ്പ്ലേ വരുന്ന ചെറിയ യുഎസ്ബി മൊഡ്യൂളൊക്കെ 100 രൂപയ്ക്കും 150 രൂപയ്ക്കും 200 രൂപ ആ ഒരു രീതിയിലൊക്കെ വരുന്ന ഒരുപാട് യുഎസ്ബി മൊഡ്യൂളൊക്കെ കിട്ടും. പക്ഷെ അതിന്റെ ഒക്കെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ നല്ലൊരു യുഎസ്ബി മൊഡ്യൂൾ അത് ഞാനും ഒരുപാട് നാളായിട്ടൊക്കെ നോക്കി നടക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ബ്രെയിൻസിന്റെ യുഎസ്ബി മൊഡ്യൂളൊക്കെ വരുന്നത്. അതായത് വൈറ്റ് ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ട് നല്ല യുഎസ്ബി മൊഡ്യൂളൊക്കെ വരുന്നത്. ബ്ലൂടൂത്ത് ഫംഗ്ഷനും മൈക്ക് ഫംഗ്ഷനും ഒക്കെ എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് ഞാൻ ലേറ്റസ്റ്റ് മോഡൽ ഞാൻ ക്യാബിനിൽ സെറ്റ് ചെയ്ത് വെച്ചൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. ലേറ്റസ്റ്റ് മോഡൽ എൻകോഡർ ഒക്കെ ഉൾപ്പെടെ ഉള്ളത് വന്നിരുന്നു. ഇതിന് ഏകദേശം 750 രൂപയൊക്കെ അടുത്താണ് വരുന്നത്. അതിന്റെ റിമോട്ടാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ബാസും ട്രബിളൊക്കെ റിമോട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ ഞാനിപ്പോൾ ഇത് കേസിനകത്താക്കി വെച്ചിരിക്കുകയാണ്. അതായത് യുഎസ്ബി മൊഡ്യൂള് ഈ ഒരു ചെറിയൊരു പാനലൊക്കെ ഉൾപ്പെടെയാണ് വരുന്നത്. ആ ഒരു റെഡ് കളറിലെ ബട്ടൺ, അതുപോലെ തന്നെ എൻകോഡർ. അപ്പോൾ അത്രയും ആ ഒരു സ്ക്വയർ കാണിക്കുന്ന നിങ്ങൾക്ക് കാണാം ആ സ്ക്വയർ. അപ്പോൾ ആ ഒരു സ്ക്വയർ കാണിക്കുന്ന അത്രയും ഒരു പോർഷൻ അതിന്റെ തൊട്ട് പുറത്ത് വരുന്ന ആ ഒരു പോർഷൻ, സ്ക്വയർ കാണിക്കുന്ന ഒരു പോർഷനിൽ വരുന്ന അത്രയും ഇതാണ് ഈ ഒരു മൊഡ്യൂളിന്റെ കൂടെ വരുന്നത്. അത് കൂടാതെ ഞാൻ ചെറിയൊരു ഫ്രണ്ട് പാനലും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ക്യാബിൻ ചെറിയൊരു സൈസിന്റെ ക്യാബിനാണ് വാങ്ങിച്ചത്. അപ്പോൾ ആ ക്യാബിനകത്ത് സ്യൂട്ടായി നിൽക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാനൽ. ചെറിയ വ്യത്യാസം ഉള്ളായിരുന്നു. പക്ഷെ നമുക്കത് ഈ ക്യാബിന്റെ സൈസിനനുസരിച്ചിട്ട് യൂഎസ്ബി മൊഡ്യൂൾ കിട്ടുമായിരുന്നെങ്കിൽ എക്സ്ട്രാ പാനൽ ചെയ്യേണ്ടി വരത്തില്ലായിരുന്നു. പക്ഷെ ചെറിയൊരു പാനൽ ചെയ്യേണ്ടി വന്നു. പിന്നെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് വർക്ക് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫുള്ളായിട്ടൊന്നും പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടില്ല കണക്ടറൊന്നും. അപ്പോൾ എനിക്കിതിനകത്ത് വേറെയും ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്, മോഡിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ആംപ്ലിഫയർ ആയിട്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഇതിനകത്ത് തന്നെ, അതായത് യുഎസ്ബി മൊഡ്യൂൾ മാത്രമല്ല, ചെറിയൊരു ആംപ്ലിഫയർ ബോർഡ് കൂടെ വെച്ചിട്ട് സ്പീക്കർ ജാക്കൊക്കെ കൊടുത്ത് നമുക്കൊരു ചെറിയൊരു ആംപ്ലിഫയർ ആയിട്ടും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ലൈൻ ഔട്ട് എടുത്ത് കൊടുത്തിട്ട് നമ്മുടെ ഇൻപുട്ട് വേറെ ഏതെങ്കിലും ഡിവൈസ് വെച്ചിട്ട് അപ്ലൈ ചെയ്യിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് സ്പീക്കർ ജാക്ക് ഞാൻ അതിനകത്ത് ഫിക്സ് ചെയ്ത് ഒന്ന് കാണിക്കുകയാണ്. കാരണം നമുക്കിത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കിത് ഒരു ചെറിയൊരു ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ലാതെ ജസ്റ്റ് നമ്മുടെ ഈ ഔട്ട് എടുത്തിട്ട് വേറൊരു ആംപ്ലിഫയറിലോട്ട് ഇന്ന് കൊടുക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഹൈഫൈ പ്ലെയറിലൊക്കെ ഇന്ന് കൊടുക്കുന്ന രീതിയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്കത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാം. ചെറിയ ക്യാബിനറ്റ് ആണ്. ഏകദേശം റേറ്റ് കുറവാണ്. 200 രൂപയോ അല്ലെങ്കിൽ ആ റേഞ്ചൊക്കെ വരുന്ന ക്യാബിനറ്റ് ഒക്കെയാണ് ഇത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന യുഎസ്ബി ബോർഡുകളൊക്കെ എന്ന് പറയുന്നത് 5 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇത് 5 വോൾട്ടും കൊടുക്കാം. നമുക്ക് ആ റെഗുലേറ്റർ ഐസി അവിടുന്ന് കട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് 5 വോൾട്ട് നമുക്ക് കൊടുക്കാം. റെഗുലേറ്റർ ഐസി ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് റെഗുലേറ്റ് ചെയ്ത് പൊയ്ക്കോളും. 5 വോൾട്ടായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഈ രണ്ട് രീതിയിലും കൊടുക്കാം. ഓക്കെ. അപ്പം ഈ ഒരു രീതിയിൽ കൊടുക്കുന്നതാണ് നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ റെഗുലേറ്റ് ചെയ്ത് പൊയ്ക്കോളും. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അത് ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും ആ ഒരു 2 വയർ വരുന്ന കണക്ടർ അത് 12 വോൾട്ട് ആണ്. അതുപോലെ തന്നെ നമുക്ക് സെപ്പറേറ്റ് എൻകോഡർ അതിനകത്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ യുഎസ്ബി നമുക്ക് സെപ്പറേറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ആംപ്ലിഫയർ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ യുഎസ്ബി ജാക്ക് വേറെ ഏതെങ്കിലും കോർണർ പോർഷനിലോട്ട് മാറ്റി സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണിത് വന്നിരിക്കുന്നത്. അതിനകത്ത് യുഎസ്ബിയുടെ ഓപ്ഷനൊക്കെ നമുക്ക് വയർ വെച്ച് കണക്ട് ചെയ്തെടുക്കാം. ഓക്കെ. പിന്നെ മൈക്കിന്റെ ഓപ്ഷൻ ഉണ്ട്. അത് ആ യുഎസ്ബി മൊഡ്യൂളിൽ തന്നെ വരുന്നുണ്ട്. മൈക്കിന്റെ ഒരു പോർഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വയർ കുത്തിയെടുക്കാനുള്ള പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 12 വോൾട്ട് അഡാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിടിഎച്ചിന്റെയോ ഏത് 12 വോൾട്ട് അഡാപ്റ്റർ 1 ആംപിയർ അല്ലെങ്കിൽ 1.5 ആംപിയർ 2 ആംപിയർ ഒക്കെയുള്ള അഡാപ്റ്റർ നമുക്ക് യൂസ് ചെയ്യാം. ഒരു 1.5 ആംപിയർ ഒക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും. 2 ആംപിയറും പ്രശ്നമില്ല. നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു അഡാപ്റ്റർ നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്നതായതുകൊണ്ട് എല്ലാവരുടെയും കയ്യിൽ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊരു പ്രശ്നം വരുന്നില്ല. അഡാപ്റ്റർ നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇതിന്റെ ആദ്യം ഇറങ്ങിയൊരു മോഡലും കൂടെ കാണിച്ചു തരാം. ഇതിന് തൊട്ട് മുമ്പ് വന്നിരുന്നത് ജസ്റ്റ് ഒരു യുഎസ്ബി മൊഡ്യൂൾ മാത്രമായിട്ടാണ്. പാനലൊന്നും ഇല്ലാത്ത രീതിയിലാണ്. ഇതിന് അത്യാവശ്യം റേറ്റ് കുറവാണ്. ഏകദേശം 550 600 രൂപ അടുത്ത് റേറ്റ് വരുന്നതാണ്.
അപ്പോൾ റിമോട്ട് ഈ ഒരു മൊഡ്യൂള് 2 വയറ്, അതായത് നമുക്ക് 12 വോൾട്ട് കൊടുക്കാനും പിന്നെ അതിൻ്റെ ഓഡിയോ ഔട്ട് എടുക്കാനുള്ള 2 വയറ്, ഇത്രയാണ് വരുന്നത്. ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു മൊഡ്യൂള്, ഈ ചെറിയൊരു മൊഡ്യൂള് വാങ്ങിച്ചിട്ട് ഫ്രണ്ട് പാനൽ ഇല്ലാത്ത മൊഡ്യൂള് അത് വാങ്ങിച്ചിട്ട് ചെയ്തെടുത്താലും മതി. ഞാൻ നേരത്തെ ക്യാബിനറ്റ് കാണിച്ചല്ലോ, ചെറിയ ക്യാബിനറ്റ് പ്ലസ് അതിൻ്റെ ഫ്രണ്ട് പാനൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. കാരണം ഈ മൊഡ്യൂളിന് സ്യൂട്ടബിൾ ആകുന്ന രീതിയിലുള്ള ഫ്രണ്ട് പാനൽ ക്യാബിനറ്റിന് വേണ്ടി ചെയ്തെടുത്ത് ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാകുമ്പം റേറ്റ് ഇതിലൂടെ കുറഞ്ഞ് കിട്ടും. ഏകദേശം 550 600 രൂപ റേറ്റ് വരുന്നുള്ളൂ. 550-നൊക്കെ നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ഇങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ രണ്ടും സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. നേരത്തെ കാണിച്ചതിൻ്റെ കൂടെ എൻകോഡർ കൂടെ വരുന്നുണ്ട്. ഇത് നമുക്ക് റിമോട്ടിൽ ഫങ്ഷൻ എല്ലാം റിമോട്ടിൽ തന്നെ ചെയ്യണം. നേരത്തെ കാണിച്ചൊരു മോഡൽ എന്ന് പറയുമ്പോൾ എൻകോഡർ കൂടെ വരുന്നുണ്ട്. എൻകോഡറിനകത്ത് നമുക്ക് ഓരോ ഓപ്ഷൻ മാറ്റാവുന്നതാണ്. വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും അതിൽ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക, ഫങ്ഷൻസ് മാറ്റുകയൊക്കെ ചെയ്യാം. അപ്പോൾ അത് വേണ്ടവർക്ക് അങ്ങനെ വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അത് കുറച്ചുകൂടെ ഒരു ഭംഗി തോന്നുന്നുണ്ട്. കാരണം ആ റെഡ് കളർ ആ ബട്ടൺസ് ഒക്കെ വരുന്നതും ഒക്കെ അങ്ങനെ നോക്കാവുന്നതാണ്. ഈ ഒരു ബ്രെയിൻസിൻ്റെ മൊഡ്യൂളിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഇതായിരിക്കും നമ്മൾ ആംപ്ലിഫയർ ഒക്കെ സെറ്റ് ചെയ്ത് വരുമ്പോൾ വൈറ്റ് ഡിസ്പ്ലേ വരുന്നതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു തലവേദന എന്ന് പറയുന്നത് ഈ പുറത്ത് മേടിക്കുന്ന USB മൊഡ്യൂളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പവർ ഓൺ ബ്ലൂടൂത്ത് മോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സൗണ്ട് വന്നുകൊണ്ടിരിക്കും. അതൊരു ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. പക്ഷെ ഈ ഒരു മൊഡ്യൂളിലൊക്കെ അതെല്ലാം കട്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം അങ്ങനെയുള്ള യാതൊരു നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള സൗണ്ടുകളോ അല്ലെ അനൗൺസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അനൗൺസ്മെന്റ് ഇല്ലാത്ത USB മൊഡ്യൂളാണ്, വൈറ്റ് ഡിസ്പ്ലേ വരുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഈ ഹൈഫൈ മ്യൂസിക് സിസ്റ്റത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ആംപ്ലിഫയർ കേസിനകത്ത്, ചെറിയ കേസിനകത്താക്കി വെച്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ബ്ലൂടൂത്ത് ജസ്റ്റ് കണക്ട് ചെയ്തത് ലാപ്ടോപ്പിൽ നിന്നിട്ടാണ്. ലാപ്ടോപ്പിൻ്റെ ബ്ലൂടൂത്ത് ഓപ്പൺ ചെയ്തിട്ട് ബ്രെയിൻസ് ഓഡിയോടെ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്ലേ ചെയ്യാം. ഫ്ലാഗ് ഫയലോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ഇതുവഴി പ്ലേ ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാ ഇതും സപ്പോർട്ട് ചെയ്യും. ഓക്കെ, നമുക്ക് ഇതിനകത്ത് പ്ലെയർ ഈ VLC മീഡിയ പ്ലെയർ ഒക്കെയാണ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എല്ലാ ഫോർമാറ്റും സപ്പോർട്ട് ചെയ്യും. ഇത് ബ്ലൂടൂത്ത് വഴി നമുക്ക് പ്ലേ ചെയ്യാം. അങ്ങനെ ഒരു ഇതുണ്ട്. അല്ലെങ്കിൽ സിനിമ സിനിമ കാണുന്നവർക്കാണ് അങ്ങനെ കാണാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കോപ്പിറൈറ്റ് ഒക്കെ ഇഷ്യൂ വരുന്നതുകൊണ്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിക്കാറുണ്ട്. ചിലപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ സൗണ്ട് മ്യൂട്ട് ചെയ്യേണ്ടി വരും. ഈ ഒരു ഭാഗത്ത് എന്തായാലും മ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊരു പ്രശ്നമാണ്. കാരണം ഈ നോൺ കോപ്പിറൈറ്റ് ഓഡിയോ നമ്മൾ എടുത്തിട്ടാലും പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇൻട്രോ അങ്ങനെ ആണ് ഞാനത് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പം ഈ വീഡിയോയുടെ ഇൻട്രോയും അതുപോലെ തന്നെ ഇൻട്രോയൊക്കെ മ്യൂട്ട് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് തന്നെയാണ്. കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നപ്പോൾ ഞാൻ ഇത് അതിൻ്റെ ഓഡിയോ കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് USB കണക്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഈ ഡിവൈസ് ഓൺ ചെയ്യുമ്പോൾ ഈ ബ്ലൂടൂത്ത് എന്നുള്ളത് അത് ബ്ലിങ്ക് ചെയ്ത് നിൽക്കും. അത് വെച്ച് കഴിഞ്ഞാൽ മീനിങ് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഡിവൈസുമായിട്ട് കണക്റ്റ് ആയിട്ടില്ല. പക്ഷേ അത് പെയർ ആയി കഴിയുമ്പോൾ, ഏതെങ്കിലും ഒരു ഡിവൈസുമായിട്ട് പെയർ ആയി കഴിയുമ്പോൾ നമുക്കത് ബ്ലൂടൂത്ത് എന്നുള്ളത് സ്റ്റഡി ആയിട്ട് നിൽക്കും. അല്ലെങ്കിൽ അതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അത് ഞാൻ ഇടയ്ക്ക് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ USB പ്ലഗ് ചെയ്തിട്ടുണ്ട്, USB പെൻഡ്രൈവ് പ്ലഗ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാൻ ചെറിയ സ്ഥലത്ത് ഞാൻ അതിൻ്റെ ഇത് കാണിക്കാം, അതിൻ്റെ ഓഡിയോ ഒന്ന് കേൾപ്പിക്കാം. കാരണം സ്റ്റേബിളായിട്ട് കേൾപ്പിച്ചു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും. ഓക്കെ, ഇപ്പം ഞാൻ കാണിക്കുന്നത് USB പ്ലെയർ, അത് നമ്മുടെ ഹൈഫൈ മ്യൂസിക് പ്ലെയറുമായിട്ട് കൊടുക്കുന്നതാണ്. ഹൈഫൈയുടെ ഇൻപുട്ടിലോട്ട് ഇതിൻ്റെ ഔട്ട് എടുത്തിട്ട് കൊടുക്കുന്നതാണ് കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിന് ഫംഗ്ഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് ഫംഗ്ഷൻ ഉണ്ട്, USB, അതുപോലെ തന്നെ FM ഉണ്ട്, ഓക്സ് വരുന്നുണ്ട്. ഇത്രയാണ് വരുന്നത്. നമുക്ക് വോളിയം 50 വരെയൊക്കെ അതിനകത്ത് കൂട്ടുകയും നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം, വോളിയം കൂട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് FM-ൻ്റെ സ്റ്റേഷൻ നമുക്ക് ഓട്ടോമാറ്റിക് ട്യൂൺ ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും.
എഫ് എം എത്ര ചാനൽ ഉണ്ടെങ്കിലും അത്രയും P1 P2 എന്ന് പറഞ്ഞിട്ട് ഓരോ സ്റ്റേഷൻ ട്യൂണായിട്ട് അത് ഓട്ടോമാറ്റിക് സ്റ്റോർ ആവും. എന്നിട്ട് നമുക്കത് ചേഞ്ച് ചെയ്യാം. ഓരോ സ്റ്റേഷൻ ചേഞ്ച് ചെയ്തിട്ട് പ്ലേ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് USB പ്ലെയർ എന്ന് പറയുന്നത്. നല്ല USB പ്ലെയർ ആണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഇത് എല്ലാവർക്കും വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ബ്രെയിൻസിൻ്റെ USB മൊഡ്യൂളാണ്, പ്ലെയർ എന്നല്ല മൊഡ്യൂള്. അത് വാങ്ങിച്ചതുപോലെ പ്ലെയർ ആയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.